ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി കൊഞ്ച് പൊള്ളിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയണ്ടേ? പറയാം. അപ്പോൾ റെസിപ്പി ഒന്നിച്ച് പറയാൻ പറ്റത്തില്ല. ഇത് 3 ഘട്ടമായിട്ട് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. ഫസ്റ്റ് നമ്മൾ ഈ കൊഞ്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയുന്നത്. ഇതിന് വേണ്ടി 1/2 കിലോ പ്രോൺസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പീൽ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചതിലേക്ക് മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ശേഷം നമുക്കിന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി മസാല റെഡിയാക്കേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, സോൾട്ട് വേണ്ടത്ര, മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, തക്കാളി ചെറുതായി അരിഞ്ഞത് വലുത് 1, സവോള ചെറുതായി അരിഞ്ഞത് വലുത് 1, ചെറുതാണെങ്കിൽ 2 എടുക്കാം. കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 ചീന്തി 2ആയി കട്ട് ചെയ്തത്, വെളുത്തുള്ളി 1 ബൾബ് റൗണ്ടിൽ അരിഞ്ഞത്. ഇത്രയും ചേരുവകളാണ് നമുക്ക് വേണ്ടത്. അപ്പോഴിനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. നിങ്ങളും കൂടെ കൂടിക്കോളും. ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് ഈ കൊഞ്ച് നമ്മൾ ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി വെച്ച പ്രോൺസ് നിരത്തി വെച്ചിട്ട് തിരിച്ചും മറച്ചു വിട്ടിട്ട് അങ്ങനെ മൊരിഞ്ഞു വരാൻ പാടില്ല. ഷാലോ ഫ്രൈ ആയിട്ട് ഒരു എന്താണ് പറയേണ്ട, മൊരിയുന്നതിന് മുന്നേ ഉള്ളൊരു പാകത്തിൽ എടുക്കണം. ഫ്രൈ ചെയ്ത പ്രോൺസ് കോരി മാറ്റിയ ശേഷം അതേ ഓയിൽ, ആ ഓയിലല്ല ശരിക്കും നമ്മൾ ചെയ്യുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇതിന് പ്രത്യേകമായിട്ടും വേണ്ടത്. അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഈ മസാല റെഡിയാക്കാം. അപ്പോഴാണെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റും കൂടെ നമ്മൾ എന്താണ് കൊഞ്ച് പൊരിച്ച അതിൻ്റെ ആ ടേസ്റ്റും കൂടി ഇതിലേക്ക് കിട്ടും, ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ്. അപ്പോൾ അതേ ഓയിലിൽ തന്നെ കുറച്ചുകൂടെ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, സവോള ഇതൊക്കെ ഒന്ന് വഴറ്റണം. അതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക. ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, നമ്മുടെ പൊടി ഐറ്റംസൊക്കെ അതിലേക്ക് ചേർത്ത് അതിൽ പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റുക. ലാസ്റ്റിൽ മല്ലിയിലയും ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കിയതിന് ശേഷം മസാല ഇറക്കി വെക്കുക. നമ്മുടെ മസാല റെഡി. ഇനി നമ്മുടെ കിടിലൻ പ്രോൺസ് പൊള്ളിച്ചതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ കുറച്ച് പ്രയാസമായി പോവും. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ നമുക്കിപ്പോൾ കാണാം. ഈ ഇലയിലോട്ട് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് 2 ഭാഗമാക്കി മാറ്റുക. അതിലൊരു ഭാഗം ആ ഇലയിലോട്ട് നിരത്തി വെക്കുക. നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പ്രോൺസ് ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റായിട്ട് നിരത്തി വെക്കണം. അതിന് മുകളിലോട്ട് ബാക്കി പകുതി മാറ്റി വെച്ച മസാലയും കൂടെ അങ്ങോട്ട് പൊതിയുക.
നന്നായിട്ട് നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ വാഴയില പൊട്ടി പോവരുത്. എന്നിട്ട് വാഴയില ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക. കഴിഞ്ഞാൽ വാഴയില നമ്മൾ വാട്ടിയെടുക്കണം കേട്ടോ. ഒന്നും ഗ്യാസിൻ്റെ അടുപ്പിലൊക്കെ വെച്ച് ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് അത് ആ വാഴയില ആദ്യം ഇങ്ങനെ മടക്കി കെട്ടുന്ന വിധത്തിലാക്കി കൊടുക്കുക. ശേഷമാണ് നമ്മൾ ഫോയിൽ കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോൾ എങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ കണ്ടല്ലോ. എന്നിട്ട് സിൽവർ ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് ഒടിച്ച് ശരിക്കും ഇതായി സ്ക്വയർ പീസാക്കി എടുക്കുക. പിന്നെ ഒരു തവ നമ്മൾ ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് ഇതാ ഈ ഞാനിപ്പോൾ വെച്ച പോലെ ഈ പൊതിഞ്ഞ് വെച്ച കൊഞ്ച് വെക്കുക. വെച്ച് തിരിച്ചും മറിച്ചും നമ്മളിങ്ങനെ ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുമല്ലോ. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 10, 12, 15 മിനിറ്റിനിടയിൽ നമുക്കിത് റെഡിയാക്കി കിട്ടും. അങ്ങനെ അതാണ് പൊള്ളിച്ചെടുക്കൽ. അതെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ചൂടാറിയാൽ ഇത് ഇങ്ങനെ തുറന്നെടുത്തിട്ട് സെർവ് ചെയ്യാൻ പറ്റും. നല്ല കിടിലൻ റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം. അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ. വാവ്, എൻ്റെ ഗോഡയെ അതിൻ്റെ വാഴയില ഞാൻ പൊക്കുമ്പോഴേക്കും അതിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ മൂക്കിലേക്ക് അടിച്ചടിച്ച് കയറുകയാണ്. എന്തൊരു മസാലയും എല്ലായിട്ടുള്ള ആ ഒരു എന്താ പറയണ്ടേ, എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ആ മസാലയുടെ മണം കേട്ടാൽ തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നും. ഇതിൻ്റെ ഒരു 2-3 പീസും ഇത്തിരി മസാല ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് ചോറിനാൻ ഒരു വിഷമവും ഇല്ല, വേറെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇന്ന് നമ്മുടെ പ്രോൺസ് പൊള്ളിച്ചത് റിവ്യൂ ചെയ്യാൻ പോവാം. കഴിച്ചു നോക്കട്ടെ, ഞാൻ പറയാം. സൂപ്പർ ടേസ്റ്റ്. ആ മസാലയും ആ ഒരു വാഴയിലുള്ള ആ ഒരു മണവും അതുപോലെ അടിപൊളിയാണ്. എന്തായാലും ഇന്നിത് കഴിച്ചു തീർത്തിട്ടിൻ്റെ കാര്യം. സൂപ്പർ. എൻ്റെ ഈ പ്രിപ്പറേഷനും റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.